നമസ്തേ, ഇത് വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. സോ ലെറ്റ്സ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. പ്രസൻ്റ്ലി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി കൂടുതലായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചിട്ടാണ്. ആൾക്ക് മേ ബി കുറച്ച് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരിക്കും, കുറേ കടബാധ്യതകൾ ഉണ്ടായിരിക്കാം മേ ബി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളെതെങ്ങനെയെങ്കിലും റിക്കവർ ആവണം, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വെളിയിൽ ചാടണം. എങ്ങനെ ഏത് വഴിയിൽ ഓരോരോ ഇപ്പോഴുള്ള ഒരു ടാസ്ക് ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളൊരു തോട്ട്സും കാര്യത്തിലുമാണ് ആളിവിടെ നിൽക്കുന്നുള്ളത്. അതാണ് ആളുടെ ഒരു തോട്ട്സ് ആയിട്ട് എനിക്ക് ഫീൽ ലൈക്ക് ഈ ഒരു ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ റീസൺ ആൾ ഫൈനാൻഷ്യൽ ക്രൈസിലാണ്. ആൾ ഭയങ്കരമായിട്ടും എന്താ പറയുക, ആളുടേതായിട്ടുള്ള കരിയറിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും. സൗർ എനർജീസ് ആണ് എനിക്കിവിടെ സെൻസ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ വളരെ കരിയർ ഓറിയൻറ്റഡ് പേഴ്സൺ ആണ്. ഡസൻറ്റ് മാറ്റർ ഇറ്റ്സ് എ മെയിൽ ഓർ ഫീമെയിൽ. അവർ മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവരൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കരിയർ ഓറിയൻറ്റഡ് പേഴ്സൺ ആണ്. കരിയറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മേ ബി അവരുടെ ഇൻറ്റ്യൂഷനും വളരെ സ്ട്രോങ് ആയിരിക്കാം. വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവാം. മേ ബി വളരെ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം. ഇപ്പോൾ എന്തിനെ കഴിഞ്ഞും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ അവരെ തന്നെയായിരിക്കും വെക്കുന്നത്. മേ ബി അവർ വളരെയധികം അട്രാക്റ്റീവ് ആയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ക്യാരി ചെയ്യുന്ന രീതി, അവരുടെ ഡ്രസ്സിങ് സെൻസ് അല്ലെങ്കിലും നിങ്ങളെ കഴിഞ്ഞും ഒത്തിരിയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി. ശരിക്കും നിങ്ങൾ അവരുടെ ആ ഒരു ഓറയിലായിരിക്കും അട്രാക്റ്റഡ് ആയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവരെ ക്യാരി ചെയ്യുന്ന ആ ഒരു രീതി, അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി ഒക്കെ അങ്ങനെയുള്ളൊരു എനർജിയിലായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അട്രാക്റ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് പേരുടെയൊക്കെ അടുത്ത് സൈലൻ്റ് ആയിട്ടായിരിക്കും, ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ ഈ ഒരു വ്യക്തി ഇരിക്കുന്നുള്ളത്. അതിൻ്റെ മെയിനായിട്ടും ആ ഒരു വ്യക്തി സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നിട്ടായിരിക്കും ഈ ഒരു ടൈമിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്നത്. അതിനൊരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ്. ആളുടെ പ്രസൻ്റ്ലി ഉള്ള കുറച്ച് ഫൈനാൻഷ്യൽ ഇഷ്യൂസാണ്, ആളുടെ ഫാമിലി ഇഷ്യൂസുകളാണ്. സോ എനിക്കതാണ് പേഴ്സണലായിട്ട് എന്തൊക്കെയോ കുറേ കടബാധ്യതകൾ ആൾക്കുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ടും എന്താ പറയുക, അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് ആളിങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ എന്താണ് പറയുന്നത്. അപ്പം ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഇതിലിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് പറയാനായിട്ടുള്ളൊരു എനർജി ആ ഒരു വ്യക്തിക്ക് ഇവിടെ ഈ ഒരു ടൈമിലില്ല. ആൾ നല്ല രീതിക്ക് ഡൗൺ ആണ്. കേട്ടില്ലേ, നേരെ ഷോയിലൊന്നും ഉറങ്ങുന്ന പോലും ഉണ്ടാവില്ല ഒരു വ്യക്തി. ഓക്കെ, സോർ എനർജീസ് ആണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇപ്പം നിങ്ങളാണേലും ചിന്തിക്കുന്നത് എനിക്ക് ആൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് മൂവ് ചെയ്തുകൂടാ, ഞാനും മൂവ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഈ ഒരു റിലേഷനിൽ നിന്ന്. അങ്ങനെയുള്ളൊരു തോട്ട്സിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളും ഈ റിലേഷനിൽ നിന്ന് മൂവ് ചെയ്യണം എന്നുള്ളൊരു എനർജിയിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നുള്ളത്. എനിക്കതാണ് ഇവിടെ സെൻസ് ചെയ്യാനായിട്ടും പറ്റിയിട്ടുള്ളത്. 8 of Cups എനർജീസാണ്. ലൈക്ക് നിങ്ങൾക്ക് തന്നെ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവും ഇവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഇവരുടെ കരിയറിനാണ്. ഇവർ കരിയർ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രയോറിറ്റി ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവും ലൈക്ക് എന്താ ഞാൻ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ലാത്തൊരു എനർജിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, സോ റീസെൻ്റായിട്ട് മേ ബി ഇവർ നിങ്ങളെ മീറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. മേ ബി നിങ്ങൾ റീസെൻ്റായിട്ട് തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാനായിട്ടും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സം ഓഫ് യു നിങ്ങൾക്ക് കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, കോണ്ടാക്റ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ ഒരു വ്യക്തി കേട്ടോ. കുറച്ച് പേരൊക്കെ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി റിലേഷന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം, ഇവരായിട്ട് ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജിയിൽ ഇവിടെ മെജിഷ്യൻ്റെ കാർഡാണ് വന്നേക്കുന്നത്, കമ്മ്യൂണിക്കേഷൻസ്. സോ ഇവിടെ കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആവുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സ്പെൽ വർക്കുകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റീസെൻ്റായിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് ക്യാൻഡിൽസൊക്കെ കത്തിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോയിട്ട് എന്തെങ്കിലും എണ്ണ ഒഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി റീകണക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. സോ അത് വർക്കൗട്ട് ആവാൻ പോവുകയാണ്, അതൊരു ഫലത്തിലേക്ക് വരാൻ പോവുകയാണ്. അവർ നിങ്ങളെ കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ സാധ്യതയുണ്ട്. വിത്തിൻ ദ 8 days അല്ലെങ്കിൽ ഈ ഒരു 8
8 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന് കേട്ടോ. എനിക്കതാണ് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ കണക്ഷനിലാണെങ്കിലും ശരി നെക്സ്റ്റ് ഫേസ് വരാൻ പോവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഫേസ് വരിക ചിന്തിക്കുന്നുണ്ട് ഇവർ മേ ബി എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ നിങ്ങളെ വിളിച്ചിട്ട് ക്യാഷ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ക്യാഷ് തരുമോ, ഭയങ്കര ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ് എന്ന് പറയാനുള്ള ചാൻസസ് ഉണ്ട്. ഫോർ സം ഓഫ് ഇറ്റ്സ് യുവർ ബോസ്, നിങ്ങളുടെ ബോസ് ആയിരിക്കാം, നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഹയർ പൊസിഷനിലുള്ള ഒരു വ്യക്തിയാവാം മേ ബി, അല്ലെങ്കിൽ സ്പിരിച്വൽ പാതയിലുള്ള ഏതെങ്കിലും വ്യക്തിയാവാം. ഓക്കെ, അവർ രണ്ടരിൽ കുറേയധികം ആളുകൾ വന്നിട്ട് ഗൈഡൻസ് എടുത്തിട്ട് പോകുന്ന അങ്ങനെ കൗൺസിലർ എനർജീസ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയൊക്കെയുള്ളൊരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുക. എനിക്ക് പൂർണ്ണമായിട്ട് മേ ബി ഞാനത് ക്ലാരിഫൈ ശരിക്കും അത് പൂർണ്ണമായിട്ട് എനിക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ചില എനർജീസ് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളെ എക്സ്പോസ് ചെയ്തു എന്ന് നമ്മൾ പറയാം. അതുകൊണ്ട് റിലീജിയസ് ആയിട്ടുള്ള ബേസിൽ അതൊരു ഇതായി മാറും. അതുകൊണ്ട് മാത്രം പറയുന്നില്ല കേട്ടോ. നിങ്ങളും ഈ ഒരു വ്യക്തിയും ഇപ്പം ഇവർ ഇത്രയും ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്കും അത് മിറർ ആവുന്നുണ്ട്. ഇവരുടെ ആ ഒരു സാഡ് എനർജീസ് നിങ്ങൾക്ക് മിറർ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും സെൻസ് ആകാൻ പറ്റുന്നുണ്ട്, യെസ് ആ ഒരു വ്യക്തി ഇത്രയും പെയിനിലാണ് അവിടെ, ആ ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നുണ്ടാവും. എപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കാറുണ്ട് നിങ്ങളുടെ റിലേഷനിൽ. എപ്പോഴും നിങ്ങൾക്ക് എനർജി സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു വ്യക്തിയുടെ. മെച്യൂരിറ്റിയുടെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗോയിങ് വിത്ത് ദി ഫ്ലോയുടെ കാർഡ് നെക്സ്റ്റ് വന്നിട്ടുണ്ട്. സോ ഈ ഗോയിങ് വിത്ത് ദി ഫ്ലോയുടെ കാർഡ്സുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രസൻ്റ്ലി ഈ ഒരു വ്യക്തിയും ചിന്തിക്കുന്നത് ശരിയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവർ മറന്നുപോയി, ഇവർ ചിന്തിക്കുന്നില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനല്ല. ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇവരുടെ മൈൻഡിൽ നിങ്ങളുണ്ട്. പക്ഷെ തൽക്കാലം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് ഗോയിങ് വിത്ത് ദി ഫ്ലോയാണ്. അത് ആ ഒരു വ്യക്തി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളും ആ ഒരു ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ തന്നെ പോകേണ്ടതായിട്ട് വരും. കാരണം എനിക്ക് കാർഡ്സിൽ അത് തന്നെയാണ് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. ആ ഒരു എനർജീസാണ് എനിക്ക് ഒരു വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് പേഴ്സൺ അവർക്ക് ശരിക്കും അവർ നല്ല രീതിക്ക് ബ്രോക്കൺ ആയിട്ടുള്ളൊരു എനർജീസിലാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഹേർട്ടാണ് നല്ല രീതിക്ക് കേട്ടോ, നല്ല രീതിക്ക് ഹേർട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് തോന്നുന്നു മേ ബി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യുന്നുണ്ടാകും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഈ ഒരു വ്യക്തി അതിനെക്കുറിച്ചിട്ട് ഈ ഒരു മൊമെൻറ്റിൽ ചിന്തിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ എഫോർട്ട് ഇട്ടിട്ടില്ല, ശരിക്കും ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അവരെ ഹേർട്ട് ചെയ്തു, ഞാനും ഹേർട്ടായി എന്നുള്ളൊരു എനർജി. അല്ല ആൾ ചിന്തിക്കും, ലൈക്ക് ചില സമയത്ത് ചിന്തിക്കും ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ പറയും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായി കഴിയുമ്പോഴാണ് കൂടുതലായിട്ടും സ്നേഹം കൂടി വരുന്നതല്ലേ. അപ്പോൾ ആ ഒരു എനർജിയാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇനിയിപ്പം നിങ്ങൾ കോൾ ചെയ്യുമ്പോഴും മെസ്സേജ് ചെയ്യുമ്പോഴും ഒക്കെ നല്ല രീതിക്കൊരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു എനർജീസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കേട്ടോ. ചിലർക്ക് ഞാൻ കോണ്ടാക്റ്റ് വരും എന്ന് പറഞ്ഞു. കോണ്ടാക്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്തു ടക്കെന്ന് പറഞ്ഞു പോയി. ഈ ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ വ്യക്തിക്കുള്ളത് കേട്ടോ. സോ നിങ്ങളത് ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് ഈ ഒരു വ്യക്തിയെ ഡീൽ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിൽ അവൈലബിൾ ആണ്, സ്റ്റിൽ വെയിറ്റിംഗ് ആയിരുന്നു, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു. പണ്ടത്തെ പുരാണം പഴയ ഇപ്പോഴത്തെ പുരാണങ്ങളും ഒന്നും പറഞ്ഞ് വിളമ്പാൻ നിൽക്കരുത്. ജസ്റ്റ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് രീതിക്കാണോ ബൗണ്ടറികളാണ് അവർ നേരത്തെ നിങ്ങളെ നിർത്തിയത്, ആ ഒരു ബൗണ്ടറികൾ ആ ഒരു വ്യക്തിനെ നിർത്താൻ ശ്രമിക്കുക കേട്ടോ. എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആവുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, സെൽഫ് ലവ് ചെയ്യുക, അവനവൻ്റെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുക. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം സംതിങ് ഈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെസ് എഫോർട്ട് എടുത്താൽ മതി. എഫോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ ഡെസ്റ്റിനിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എഫോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത് എഫോർട്ട് ഇല്ല നിങ്ങളിലേക്ക് വരും. അതാണ് ഡെസ്റ്റിനി പറയുന്നത് കേട്ടോ. അങ്ങനെ എഫോർട്ട് ഇല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടോ എന്ന് നോക്കുക. ലൈക്ക് അതിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം എന്നല്ല. നിങ്ങൾ എന്തായാലും നോർമലായിട്ട് ഒരു കണക്ഷനിൽ കുറച്ചൊക്കെ എഫോർട്ട് നമുക്ക് വേണ്ടി വരും അല്ലേ. പക്ഷേ എന്നാലും ഇൻറ്റൻസ് ആയിട്ടുള്ള എഫോർട്ടുകളുണ്ടല്ലോ,
അങ്ങനെയുള്ള അത്രയും ഹാർഡായിട്ടും ടഫായിട്ടും നിന്നിട്ടൊരു എഫോർട്ട് നിങ്ങൾ മാത്രമേ എഫോർട്ട് ഇടുന്നുള്ളൂ. അവരിങ്ങനെ മസിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എംബ്രറി ഇരിക്കുന്നത് പോലെ. അങ്ങനെയുള്ളതിലൊന്നും നിങ്ങൾ എഫോർട്ട് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് മനസ്സിലാക്കുക. എപ്പോഴും എന്ത് കാര്യത്തിനെയും അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ് ചെയ്യുക. കേട്ടോ, അതാണ് ഏറ്റവും വലിയ വഴി. സെൽഫ് ലവ് ചെയ്യുക, അട്രാക്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം എത്രയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്ക് പുറകെ ഓടിയെന്ന് പറഞ്ഞാലും നമ്മളുടെ ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത് അതായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമുക്ക് ഓടാൻ പറ്റത്തില്ല. ഓക്കെ. പിന്നെ മനുഷ്യരാണ്, നമുക്കിങ്ങനെ ഓടി ഓടി ഭയങ്കര ടെൻഡൻസി ആണല്ലേ. നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മുടെ ആണെന്ന് അറിഞ്ഞാൽ നമ്മൾ പിന്നെ ടക്കെന്നോടി അടുത്ത കാര്യങ്ങളിലേക്ക് പോയി അത് കിട്ടിയാൽ കൊള്ളാമല്ലേ. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണല്ലേ. അല്ലെങ്കിൽ നമുക്കിപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള അല്ലെന്ന് അറിഞ്ഞാലും നമ്മൾ സ്റ്റിൽ അതിൻ്റെ പുറകെ പോകുന്നുണ്ടാവും. സോ ആ ഒരു എനർജിയിൽ നിന്ന് വെളിയിൽ വരാൻ ശ്രമിക്കുക. ആ ഒരു എനർജിയിൽ നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരു മിനിറ്റ്. സോ ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് 4 to 9 months ആയിട്ട് നോ കോണ്ടാക്റ്റ് ആണ്. അങ്ങനെയുള്ളവർക്ക് കോണ്ടാക്റ്റ് വരും കേട്ടോ. നിങ്ങൾ ഒരു വ്യക്തിയായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈംസ് സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഇൻറ്റിമേറ്റ് ഒക്കെ ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റിമേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ലവ് ലാംഗ്വേജ് എന്താണ്, ആ ഒരു രീതിക്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് റീകണക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതെനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി വളരെ മെച്യൂർ ആണ്. പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു മെച്യൂരിറ്റിയോട് കൂടി നിങ്ങളുടെ അടുത്ത് ആക്ട് ചെയ്യുന്നുണ്ടാവില്ല. ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ ഒരു സാമട്ടിലായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇവർ ഇത്ര സാമട്ടിലിരിക്കുന്നത്, ഞാൻ ഇത്ര പ്രയോറിറ്റി അല്ലേ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്നുണ്ടാവും. ആ ഒരു എനർജിയിലേക്ക് ഈ ഒരു വ്യക്തി കൊണ്ട് നിർത്തുന്നുണ്ടാവും. സോ എപ്പോഴും ആളുകളെ ഡീൽ ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു ദം, അവരുടെ ആ ഒരു അക്കോർഡിംഗ് ടു ദെയർ ക്യാരക്ടർ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എനർജിയിൽ നിൽക്കുക. മനസ്സിലായി. നമ്മൾ കൂടുതലായിട്ട് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ആ ഒരു എനർജിയിലിരിക്കുന്നത്, ചേട്ടൻ വന്നല്ലോ, ഒരു ചേച്ചി വന്നല്ലോ, ആയിരിക്കുക എന്ന് പറഞ്ഞ് വരുമ്പോഴേ കസാരയിട്ട് കൊടുക്കരുത്. നിങ്ങൾ പറയുക, നിങ്ങൾക്ക് ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടാവണം. നെക്സ്റ്റ് ടൈം നീ ഇതാണ് എന്നോട് ചെയ്തത്, സോ ഇതാണ് നിൻ്റെ ബൗണ്ടറി, നീ ഇവിടെ തന്നെ നിൽക്കാൻ പറയണം. ഉറക്കം വരുന്നുണ്ടോ ആർക്കെങ്കിലും റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്? എനിക്കും വരുന്നു. നിങ്ങളുടെ എനർജിയാണ്. സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും ബാലൻസ് ചെയ്യാനാണ് പറയുന്നത് ഈ ഒരു ടൈമിൽ. പൈസസിൻ്റെ എനർജീസാണ് നമുക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും ബാലൻസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ആ ഒരു സിറ്റുവേഷൻസിൽ ഇപ്പം എല്ലാ കാര്യങ്ങളും നടക്കണം, ഇന്ന് ഈ ഒരു വ്യക്തി വരണം, ഇന്ന് റീയൂണിയൻ നടക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. സോ നത്തിങ് വിൽ കം ഓഫ് ദീസ് സിറ്റുവേഷൻസ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമായിട്ടിരിക്കുക, കൂളായിട്ടിരിക്കുക. ഗോയിങ് വിത്ത് ഫ്ലോയുടെ കാർഡ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. വർക്കൗട്ട് ആവുന്നുണ്ട് മാനിഫെസ്റ്റേഷൻസ്. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മൈൻഡ് പവറിനെ ബ്രേക്ക് ചെയ്യണം. അവരിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, അതിനവരുടെ മൈൻഡ് പവറിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഹയർ ഫ്രീക്വൻസി വേണം. സോ അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ വ്യക്തി സ്പിരിച്വലാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേര് കേട്ടോ. എനിക്കവിടെ സെൻസ് ചെയ്തു. ഹയർ ഓഫൻഡിൻ്റെ കാർഡൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒത്തിരി മൈൻഡ് പവേഴ്സ് വേണ്ടി വരും നിങ്ങൾക്ക് അവരുടെ മൈൻഡ് പവറിനെ ബ്രേക്ക് ചെയ്യാനായിട്ട്. സോ അത്രയും അതെല്ലാത്തിൻ്റെയും ബേസിക് അല്ലെങ്കിൽ കീ എന്ന് പറയുന്നത് സെൽഫ് ലവ് തന്നെയാണ് അല്ലേ. സെൽഫ് ലവ് ചെയ്യാം. ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുതരും. അത് ഡയലോഗ് പോലെ അല്ലേ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്കത് കൊണ്ടുതരും എന്നാണ് ഡയലോഗ് അല്ലേ. ശരിയാണത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് ഒരു എഫോർട്ട് കൊടുക്കണ്ട. ആ ഒരു തോട്ട്സിൻ്റെ ആ ഒരു ഫ്രീക്വൻസി മാത്രം മതി. എഫോർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് അത് കൊണ്ടുവന്ന് മടിയിൽ വെച്ച് തരും. ഓക്കെ. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. എനർജീസ് റീഡിങ്സ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്.
അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ടൈമിലായിരിക്കും നിങ്ങൾക്ക് നമ്മളുടെ റീഡിങ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. സോ താങ്ക് യു സോ മച്ച്.